ഹലോ എവ്രി വൺ. ഇന്ന് റിവിഷൻ ക്ലാസ്സാണ്. 10th ഹിന്ദിയിലെ ഓണം എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷനാണ്. ഇതിൽ 5 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഗിഡ്കി. അഞ്ജു ഗർബന്ത എഴുതിയ ഒരു ലഘുകഥയാണ് ഗിഡ്കി. ഫസ്റ്റ് ഗിഡ്കി നോക്കാം. गिडकी एक मार्मिक लघु कथा है जिसमें लेखक रेल यात्रा के दौरान घटी एक छोटी सी घटना के माध्यम से मानवता, संवेदनशीलता और मेहनत कश लोगों के संघर्ष को दर्शाते हैं. ഗിഡ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ലഘുകഥയാണ്. ഇതിലെ ലേഖകൻ ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ സംഭവത്തെ നല്ല മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. लेखक अपने परिवार के साथ जनरल डिब्बे में यात्रा कर रहे होते हैं. यात्रा के दौरान एक गरीब युवती शाल बेचने आती है. ലേഖകവും കുടുംബവും ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അവരെന്നും AC കോച്ചിലാണ് യാത്ര ചെയ്യാറ്. പ്രാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ അവർ ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു യുവതി ജമ്മുവിലെ ഷാൾ വിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ യുവതിയോട് വില പേശാണ്. അവർ പറഞ്ഞതിനേക്കാൾ വില നന്നായി കുറച്ചിട്ട് വില പേശിയിട്ട് 5 ഷാൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ലേഖകൻ പറയാണ് ആ യുവതിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ കണ്ണ് അപ്പോൾ വില കുറച്ച് വാങ്ങിയത് കൊണ്ടാണ് അതിൻ്റെ കണ്ണ് നിറഞ്ഞത്. അപ്പോൾ പാവപ്പെട്ട ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന അവരെ നമ്മൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാണ് ലേഖകൻ. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡയറിയാണ്. ഇതിൽ പതിയുടെ ഡയറി ഉണ്ട്, പത്നിയുടെ ഡയറി ഉണ്ട്. ഭർത്താവിൻ്റെ ഡയറിയും ഭാര്യയുടെ ഡയറി ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റൊക്കെ ഒന്നാണ്. അപ്പോൾ ഫോർമാറ്റ് എല്ലാവരും പഠിച്ചു വെക്കുക. ഫോർമാറ്റ് എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കിയിട്ട് ഇതാരെഴുതിയ ഡയറിയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ പതി തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ വന്നിട്ട് എഴുതിയ ആ ഡയറി അത് നോക്കാം. ഡയറിയുടെ ഫോർമാറ്റാണ് ഫസ്റ്റ് ഡേറ്റ് എഴുതാം, ഡേ എഴുതാം. എന്നിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കഥ മനസ്സിലാക്കുക. എന്നിട്ട് അതിലെ ക്യാരക്ടേഴ്സിന് സന്തോഷമാണോ ദുഃഖമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെഴുതാം. സന്തോഷത്തിൻ്റെ ഡയറി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം. ആജ് മേരെ ലിയേ ഖുഷി കാ ദിൻ താ, ഇത്തനാ ഖുഷി മുझे പഹലെ നഹി ഹുവാ താ, ഉസ് ഘടന മൻ മേ ബാർ ബാർ ആ രഹാ ഹൈ. പിന്നെ അത് ഏത് ക്യാരക്ടേഴ്സ് എഴുതുന്നതാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം കണ്ടൻറ് എഴുതാം. അതിനുശേഷം ലാസ്റ്റ് ഖുഷി സെ മുझे നീന്ത് ബി നഹി മാത്ത. ഇതെല്ലാ ഡയറിയിൽ എഴുതാൻ പറ്റിയ ഫോർമാറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കിയിട്ട് അവിടെ ദുഃഖമാണ് ആ ക്യാരക്ടറിന്, ഈ കഥയിൽ ദുഃഖമാണെന്നുണ്ടെങ്കിൽ ആ ഖുഷിക്ക് പകരം നമുക്ക് അവിടെ ഏത് വേർഡ് ചേർക്കാം, ദുഃഖ് കാ ദിന്ത, ദുഃഖ് ചേർക്കാം. അതുപോലെ ലാസ്റ്റ് ഖുഷി സെ മുझे നീന്ത് ബി നഹി ആത്ത എന്നുള്ളിടത്ത് ദുഃഖ് സെ മുझे നീന്ത് ബി നഹി ആത്ത എന്ന് എഴുതാം. അതാണ് ഡയറിയുടെ ഫോർമാറ്റ്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു വെക്കുക. 2 മാർക്ക് ഉറപ്പായിട്ട് കിട്ടണ ഇതാണ് ഡയറിയുടെ ഫോർമാറ്റ് മാത്രം എഴുതിയാൽ. ഡയറി മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഡയറി നോക്കാം കേട്ടോ. रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई, उनकी ഡയറി लिखे. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിന് തൻ്റെ പിതാവിന് ഓർമ്മ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറിയാണ്, പതിയുടെ ഡയറിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതി, ഡേറ്റ് എഴുതി. ആജ് മേരാ ജീവൻ കെ സബ്സെ അവിസ്മരണീയ ദിൻ താ, ഉസ് ഘടന മേ കൈസെ ഭൂൽ സക്താ ഹൂം. ഇന്നെനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ ഒരു സംഭവം ഞാൻ എങ്ങനെ മറക്കും. ഹോഷിയാപൂർ സെ മുझे एक शादी का बुलावा आया था. ഹോഷിയാപൂരിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ബീവി ഔർ ബച്ചെ കെ സാത്ത് ട്രെയിൻ മേ ജാനെ കി തൈ ഹുവ. എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ പോവാനാണ് തീരുമാനിച്ചത്. സർദി കെ കാരൻ AC കെ ബജായ് ജനറൽ കോച്ച് ചുനെ ഗയെ. തണുപ്പ് കാരണം എന്നും AC കോച്ചിലാണ് പോവാറ്. അപ്പോൾ തണുപ്പ് കാരണം
AC പകരം ജനറൽ കോച്ചിൽ പോവാൻ जनरल कोचाने തിരഞ്ഞെടുത്തത്. डिब्बे में जम्मू की शाल बेचने वाली एक युवती आई. मेरे पत्नी और उस युवती के बीच में सौदा हुआ. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ഒരു യുവതി ഷാൾ വിൽക്കുന്നതിനായിട്ട് വന്നു. എൻ്റെ ഭാര്യ അവരോട് വില പേശാൻ തുടങ്ങി. ജബ് യുവതിനെ ഷാൽ की कीमत 200 रुपये बताई तो पत्नी ने 100 रुपये को देने की कहा. യുവതി 200 റുപ്പീസിന് പറഞ്ഞ ഷാള് എൻ്റെ ഭാര്യ വില പേശിയിട്ട് 100 റുപ്പീസിന് വാങ്ങിക്കുകയാണ്. उस समय युवती का गला रुद गया और उसकी आंखों में आंसू भर गया. ആ സമയത്ത് യുവതിയുടെ തൊണ്ട ഇടറുകയും അവരുടെ കണ്ണുനീര് നിറയുകയും ചെയ്യാണ്. इसे देखकर मुझे अपने पिता की याद आ गई. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. വഹ് ബി ഇസ് യുവതി की तरह रेलगाड़ी में सामान बेचने का काम करता था. എൻ്റെ അച്ഛന് ഈ യുവതിയെ പോലെ തന്നെ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ടാണ് ജീവിച്ചിരുന്നത്. जब मेरे पिता काम के बाद के हारे घर आते तो मैं उनकी आंखों में भी ऐसे ही नमी देखता था. എൻ്റെ അച്ഛനും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണിലും ഈ കണ്ണുനീര് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ യുവതിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. ആജ് കാ ദിൻ മുझे കഭി നഹീം ഭൂൽ സക്താ. ഭഗവാൻ ഉസ് യുവതി കോ ആശീർവാദ് ദേ. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവം ആ യുവതിയെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പതിയുടെ ഡയറിയാണ്. നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ഹൈക്കു ആണ്. ഹൈക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ജാപ്പനീസ് കവിതയാണ്. ഇതിൽ ഫസ്റ്റ് ലൈനിൽ 5 അക്ഷരം, രണ്ടാമത്തതിൽ 7 അക്ഷരം, മൂന്നാമത്തതിൽ 5 അക്ഷരം, അങ്ങനെയാണ് ഉണ്ടാവുക. നല്ല മീനിങ് ആയിട്ടുള്ള ചെറിയ കവിതക്കാണ് ഹൈക്കു എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ഹൈക്കു പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഹൈക്കു സുരംഗമ യാദവ് എഴുതിയിട്ടുള്ളതാണ്. सुखाया बाड़ साहब के आंगन सदा फुहार. यह हाइकू समाज में मौजूद आर्थिक और सामाजिक असमानता को दर्शाता है. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു ഹൈക്കാണ് ഫസ്റ്റത്തെ ഹൈക്കു. രണ്ടാമത്തെ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയതാണ്. पिता ने ढूंढी लाटियाँ बुढ़ापे की दिखती नहीं. यह हाइकू समाज में बदलते रिश्ते, परिवार में बढ़ती दूरी और वृद्ध लोगों की अनदेखी को दिखाता है. यह हमें वृद्ध लोगों का सम्मान और उनकी देखभाल करने का संदेश देता है. അതായത് ഇത് സമൂഹത്തിൽ മാറി വരുന്ന ബന്ധങ്ങൾ, കുടുംബങ്ങളിൽ വർദ്ധിക്കുന്ന അകലം കൂടലും അതുപോലെ വൃദ്ധരായവരെ അവഗണിക്കുന്ന ആ അവസ്ഥയെയും കുറിച്ച് പറയുന്ന ഹൈക്കുവാണ് രണ്ടാമത്തെ ഹൈക്കു. മൂന്നാമത്തെ ഹൈക്കു കമല നിഗുർപ്പ് എഴുതിയിട്ടുള്ളതാണ്. ടൂണ്ട്തി രഹി ബഫീലി നഗരി മേ നേഹ് കി ആജ്. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ഹൈക്കുവാണ്. യഹ് ഏക് സാമാജിക് ടിപ്പണി ഹെ ജോ സമാജ് മേ ഏക് ദൂസരെ കെ പ്രതി ഖത്തം ഹോത്തെ ജാ രഹെ പ്രേം കി യാദ് ദിലാത്ത ഹെ. യഹാം കവയത്രി കഹത്തി ഹെ കി ബഫീലി നഗരി മേ സ്നേഹി കി ഗർമി ടൂണ്ട്തി ഹെ. ഇതിൽ പറയുന്നത് മഞ്ഞ് പോലെ തണുത്ത നഗരങ്ങളിലൊക്കെ സ്നേഹത്തിൻ്റെ ചൂട് തിരയുകയാണ്. അതായത് എല്ലാവർക്കും സ്നേഹം കിട്ടുന്നുണ്ട്, പക്ഷേ അവർക്ക് ആവശ്യമായ സ്നേഹം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഹൈക്കുവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ റെയിൻ ബസേരേമേ. അമൃതലാൽ വേഗഡ് എഴുതിയിട്ടുള്ള യാത്രാവൃത്താണ് റെയിൻ ബസേരേമേ. ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡയറി, ലെറ്റർ, കോൺവെർസേഷൻ. അപ്പോൾ ഡയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് നോക്കാട്ടോ. ഇത് മിത്രിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ എല്ലാ ലെറ്റർ പോലെ തന്നെ ഫസ്റ്റ് ഡേറ്റ് എഴുതാം, പ്ലേസ് എഴുതാം. പ്രിയമിത്ര, തും കൈസേ ഹോ, मैं यहाँ खुशी से हूँ. घर का हाल क्या है, मैंने आपको कब तक देखा है. एक बात कहने के लिए यह पत्र लिख रहा हूँ.
അപ്പോൾ നമ്മൾ വിവരങ്ങളൊക്കെ ചോദിക്കാമല്ലേ. തും കൈസേ ഹോ, പ്രിയ സുഹൃത്തെ നിനക്ക് സുഖമാണോ? ഞാനിവിടെ സന്തോഷവാനാണ്. വീട്ടിലെ സ്ഥിതിയൊക്കെ എന്താണ്? നിന്നെ എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ ഓരോ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എഴുതാം. പിന്നെ നമുക്ക് ആരെക്കുറിച്ചുള്ള ലെറ്ററാണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ നോക്കാം, അതെഴുതാം. എന്നിട്ട് ലാസ്റ്റ് അവിടുത്തെ വിവരങ്ങളൊക്കെ ചോദിക്കണം അല്ലേ. മാം ബാപ്പ് സേ മേര പ്യാർ കഹന, അച്ഛനോടും അമ്മയോടൊക്കെ എൻ്റെ സ്നേഹം, എൻ്റെ അന്വേഷണം പറയണം. പിന്നെ ഇത് നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ്. വാപ്പസി പത്രയ്ക്ക് ഇന്തസാർമേ, മറുപടി കത്തിനായി പ്രതീക്ഷിക്കുന്നു. പിന്നെ തുമാരാ ദോസ്ത്, നിൻ്റെ സ്വന്തം സുഹൃത്ത്. ഹസ്താക്ഷർ സിഗ്നേച്ചർ എഴുതാം. പിന്നെ അതുപോലെ നിർബന്ധമായിട്ട് എഴുതേണ്ട വേറൊരു കാര്യമാണ് ഇപ്പുറത്തെ സൈഡിൽ ടു അഡ്രസ്സ് സേവാമേ നാം പത്ത. അതെന്തായാലും ഒരു ചെറിയ കോളത്തിൽ തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്ററിൻ്റെ മാർക്ക് കിട്ടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എല്ലാവരും കാണാതെ പഠിക്കാം. ഓക്കെ. यात्रा के बीच लेखक अपने सहायक के साथ एक रात मंदिर में ठहरा. उस रात के अपने अनुभवों के बारे में बताते हुए लेखक मित्र के नाम पत्र लिखता है. वह पत्र कल्पना करके लिखे. ആ യാത്രക്കിടയിൽ ലേഖകും ലേഖകൻ്റെ സഹായിയും കൂടെ ഒരു അമ്പലത്തിൽ തങ്ങിയിട്ടുണ്ട്. അവിടുത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് തൻ്റെ ഫ്രണ്ടിനൊരു കത്തെഴുതുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതണം? ഫസ്റ്റ് നമ്മൾ ഡേറ്റും സ്ഥാനമൊക്കെ എഴുതാം. പ്രിയമിത്ര കൈസേ ഹോ, മേരി യാത്ര ജാരി ഹെ, മൗസം ടീക്ക് നെഹി, വർഷ് ഹെ, कल मैं छोटू के साथ एक मंदिर में ठहरा. जिस कमरे में हम ठहरे एक आदमी घुस आया. पागल था, बहुत तंग किया हमें. ഫസ്റ്റ് എന്താണ്? ഇതേപോലെ വിവരങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് നമ്മൾ അവിടുത്തെ വിവരങ്ങൾ പറയുകയാണ്. ഞങ്ങൾ രാത്രി അവിടെ ഒരു അമ്പലത്തിലാണ് തങ്ങിയത്. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ ഭ്രാന്തനാണ്. പിന്നെ ഇതുപോലെ നിസ്സഹായമായ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥകൾ എഴുതാണ്. ലാസ്റ്റ് എന്താണ്? അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ക്യാ കരേ ബേച്ചാര, സുബഹ് വഹാം സെ നികലെ, ടീക്ക് ഹെ, മിലേംഗെ ഹം, ഘർ മേ സബ് സകുശൽ ഹേന, ആപ്കാ മിത്ര അമൃതലാൽ വേഗഡ്. ഇത് ലേഖക് എഴുതാണ് ഫ്രണ്ടിന്, അതുകൊണ്ടാണ് ലേഖകിൻ്റെ പേര് വെച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളതാണ് കവിത. മേരി ദുനിയാക്കെ തമാം ബച്ചെ, എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും. അദ്നാൻ കഫീൽ ദർവേഷ് എഴുതിയത്. അപ്പോൾ കവിതയെന്ന് മെയിനായിട്ട് വരിക ടിപ്പണി എഴുതാൻ അല്ലെങ്കിൽ ആശയം എഴുതാനാണ്. കവിതയുടെ ആശയമാണെങ്കിലും ടിപ്പണിയാണെങ്കിലും എഴുതാൻ പറ്റിയ വരികളാണ്. യഹ് ഭാരത് കാ പ്രമുഖ് കവി കാ ഏക് ചോട്ടി കവിത ഹെ, കവിത ബഹുത്ത് സുന്ദർ ഹെ, പങ്ക്തിയാ മുझे ബഹുത്ത് പസന്ത് ആയി, കവി കഹ്തെ ഹേക്ക്. എന്നിട്ട് നമുക്ക് ഏത് കവിതയാണ് എഴുതാനുള്ളത് വെച്ചാൽ ആ കവിയുടെ പേരും കവിതയുടെ പേരും അതിലെന്താണോ കണ്ടൻറ്റ് അത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് മുझे ഇസ് കവിത ബഹുത്ത് പസന്ത് ആയ, അങ്ങനെ ലാസ്റ്റ് നിർത്തുന്ന ഭാഗമായാൽ അത് എഴുതട്ടെ. അപ്പോൾ ഏത് ടിപ്പണി ഏത് ആശയത്തിലും എഴുതാൻ പറ്റിയ വരികളാണ്. ഇനി നമുക്ക് ഈ കവിതയിലെ ആശയം നോക്കാം. यह कविता प्रसिद्ध कवि अदनान कफील दरवेश द्वारा लिखी गई है, जिसका नाम मेरी दुनिया के तमाम बच्चे. ഈ കവിത अदनान कफील दरवेश എഴുതിയതാണ്. മേരി दुनिया के तमाम बच्चे. इस कविता का केंद्रीय विषय बच्चों की मासूमियत और विश्व शांति है. ഈ കവിതയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ കുസൃതിയും ലോക സമാധാനവുമാണ്. कवि ने बच्चों के माध्यम से दुनिया से युद्ध और नफरत को ഖത്തം करने की बात कही है. കവി കുട്ടികളിലൂടെ നമ്മുടെ ലോകത്തെ യുദ്ധമില്ലാതാക്കാൻ, വെറുപ്പ് ഇതൊക്കെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. बच्चे अपने मासूमियत से युद्ध के हथियारों को भी खिलौना बना देगा और भेदभाव की दीवारों को तोड़कर एक साथ मिलकर खेलेंगे. കുട്ടികൾ അവരുടെ നിഷ്കളങ്കതയിലൂടെ യുദ്ധോപകരണങ്ങളെപ്പോലും കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. അതുപോലെ പരസ്പരം ഈ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് കളിക്കും. ആജ് കി ദുനിയാമേ യഹ് കവിത ബഹുത്ത് പ്രാസംഗിക് ഹെ. ഇന്നത്തെ ലോകത്ത് ഈ കവിതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ക്യോങ്കി ദുനിയാക്കോ യുദ്ധ കി നെഹി,
ലോകത്ത് യുദ്ധം വേണ്ട, പകരം ബൽക്കി ശാന്തി ഔർ പ്രേം കി ജരൂരത്ത്, ശാന്തിയും സമാധാനവും സ്നേഹമൊക്കെയാണ് ഈ ലോകത്ത് വേണ്ടത്. ഇസ്കി ഭാഷ ബഹുത്ത് സരൾ ഔർ സുന്ദർ ഹെ, ഇതിൻ്റെ ഭാഷ വളരെ ലളിതവും മനോഹരവുമാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വൈറ്റ് ക്യാപ്പ്. ലോക് ബാബു എഴുതിയ കഹാനിയാണ് വൈറ്റ് ക്യാപ്പ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് കേശവ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി. അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകനായ കേശവ്. അവന് വെക്കേഷന് നാട്ടിലെത്താണ്. എന്നിട്ട് അവന് ക്രിക്കറ്റ് കളിക്കാനുള്ള ആഗ്രഹവും പിന്നെ അവിടുന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കഹാനിയിൽ പറയുന്നത്. ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഡയറിയും പത്രവും. അപ്പോൾ ഡയറിയുടെ പത്രൻ്റെയൊക്കെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു ഡയറിയും ഒരു പത്രവും കൊടുത്തിട്ടുണ്ട്. ഡയറിയുടെ ഫോർമാറ്റ് ഇതാണ്. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ഡയറിയുടെ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. कहानी के अंत में केशव के प्रति लड़कों को मनोभाव में बदलाव आता है. गाँव पहुँचने के बाद केशव अपने अनुभव डायरी में लिखता है. वह डायरी लिखे. ഈ കഥയുടെ അവസാനം ഈ ആൺകുട്ടികൾക്ക് കേശവിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഗ്രാമത്തിലെത്തിയതിന് ശേഷം ആ അനുഭവങ്ങൾ വെച്ചിട്ട് കേശവ് എഴുതുന്ന ഡയറിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാ ഡയറി എഴുതുന്ന പോലെ തന്നെ ഡേയും ഡേറ്റൊക്കെ എഴുതിയിട്ട് അനുഭവം എഴുതാം കേട്ടോ. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക, അതുപോലെ പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ലെറ്റർ എഴുതാൻ. केशव के गाँव पहुँचने के बाद कैप्टन केशव के नाम पत्र लिखता है. वह पत्र लिखे. കേശവ് നാട്ടിലെത്തിയതിന് ശേഷം ക്യാപ്റ്റൻ കേശവിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ അത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അപ്പോൾ ഇനിയും ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിസ് ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ടഫായിട്ടുള്ള വേർഡ്സൊന്നും ഇല്ല, എല്ലാം വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായി എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.